ഹായ് മക്കളെ, എൻ്റെ പേര് നീതു. വെൽക്കം ടു CC+. നിങ്ങളെല്ലാം അറിഞ്ഞിട്ടുണ്ടായിരിക്കുമല്ലോ, നവോദയ എൻട്രൻസ് എക്സാമിന്റെ സിലബസ് മാറിയിട്ടുണ്ട്. അതിൽ EVS ആഡ് ചെയ്തിട്ടുണ്ട്. ആ EVSൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന, നമുക്ക് ഉറപ്പായിട്ടും കിട്ടുന്ന കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ടാണ് ടീച്ചർ ഇന്നിവിടെ വന്നിരിക്കുന്നത്. ഓക്കെ, നമുക്ക് ആ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ഇത് CC+ലൂടെ പഠിച്ച് നവോദയ എൻട്രൻസ് എക്സാമിന് ഉന്നത വിജയം കരസ്ഥമാക്കിയ നമ്മുടെ കുഞ്ഞുമക്കളുടെ ഫോട്ടോസാണ് കൊടുത്തിരിക്കുന്നത്. ഇതുപോലെ നിങ്ങളുടെ ഫോട്ടോസും വരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? അപ്പോൾ അതിനായിട്ട് നമുക്ക് പ്രധാനപ്പെട്ട എക്സാമിന് ചോദിക്കുന്ന കുറേ ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. EVSലെ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് പൊല്യൂഷൻ എന്ന് പറയുന്നത്, അല്ലേ? അതിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എയർ പൊല്യൂഷൻ, വാട്ടർ പൊല്യൂഷൻ, അതിൽ നിന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: Which gas primarily released by the burning of fossil fuels and wood is the main contributor to global warming? അതായത് ഫോസിൽ ഇന്ധനങ്ങൾ കത്തുമ്പോൾ, ഏതൊക്കെയാണ് ഫോസിൽ ഇന്ധനങ്ങൾ എന്ന് പറയുന്നത്? നമ്മുടെ പെട്രോളിയം, ഡീസൽ തുടങ്ങിയ ഫോസിൽ ഇന്ധനങ്ങൾ കത്തുമ്പോഴത്തേക്ക്, അതുപോലെ തന്നെ മരങ്ങളൊക്കെ കത്തിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഭൂമിയിലെ ചൂട് ക്രമാതീതമായിട്ട് ഉയരുന്നുണ്ട്, അല്ലേ? ഇങ്ങനെ ക്രമാതീതമായിട്ട് ഉയരുന്നതിന് കാരണമായിട്ടുള്ള ഗ്യാസ് ഏതാണെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, അത് ഏതാണെന്ന് കുറച്ച് ഓപ്ഷൻസ് ഞാൻ പറയാം. ഫസ്റ്റ് ഓപ്ഷൻ കാർബൺ ഡൈ ഓക്സൈഡ്, സെക്കൻഡ് ഓപ്ഷൻ ഓക്സിജൻ, തേർഡ് ഓപ്ഷൻ നൈട്രജൻ, ഫോർത്ത് ഓപ്ഷൻ ഹൈഡ്രജൻ. ഓക്കെ, അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ്, ഓക്സിജൻ, നൈട്രജൻ, ഹൈഡ്രജൻ ആണ് നമ്മുടെ ഓപ്ഷൻസ്. ഓക്സിജൻ എന്താണ് നിങ്ങൾക്ക് അറിയാം, അല്ലേ? ഓക്സിജൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ്, ലൈഫിന് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളത്, അല്ലെങ്കിൽ നമ്മുടെ ജീവൻ നിലനിർത്താൻ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു ഗ്യാസ് ആണ് ഓക്സിജൻ എന്ന് പറയുന്നത്, അല്ലേ? ആ ഓക്സിജൻ എന്ന് പറയുന്നത് നമ്മുടെ എർത്തിൽ എത്ര പെർസെൻറ്റേജ് ഉണ്ട്? 21% ഓക്സിജൻ ഉണ്ടല്ലേ? എല്ലാവർക്കും അറിയായിരിക്കും. അതുപോലെ തന്നെ നൈട്രജനും നമ്മുടെ ഭൂമിയിൽ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു ഗ്യാസ് ആണ് നൈട്രജൻ എന്ന് പറയുന്നത്. നൈട്രജൻ ഗ്യാസ് എന്ന് പറയുന്നത് എത്ര ശതമാനമുണ്ട് നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ? 78% ഉണ്ട്. നൈട്രജൻ്റെ പെർസെൻറ്റേജ് എത്രയാണ്? 78% ഉണ്ട്. അതുപോലെ തന്നെ ഹൈഡ്രജൻ എന്ന് പറയുന്നതും നമ്മുടെ അന്തരീക്ഷത്തിലുള്ള ഒരു ഗ്യാസ് ആണ് ഹൈഡ്രജൻ എന്ന് പറയുന്നത്. അപ്പോൾ ഫോസിൽ ഫ്യൂവൽസ് കത്തുമ്പോൾ ഉണ്ടാകുന്ന ഗ്യാസ് ഏതാണെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ അത് നമ്മുടെ ആൻസർ എന്താണ്? നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ ആൻസർ? നമ്മുടെ ആൻസർ ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫോസിൽ ഫ്യൂവൽസ് ആയിട്ടുള്ള പെട്രോളിയം, ഡീസൽ തുടങ്ങിയ ഇന്ധനങ്ങൾ കത്തുമ്പോൾ നമ്മുടെ ഭൂമിയിലെ ചൂട് ക്രമാതീതമായി ഉയരുന്നതിനാണ് ഗ്ലോബൽ വാർമിംഗ് അല്ലെങ്കിൽ ആഗോളതാപനം എന്ന് പറയുന്നത്. അതിന് കാരണമായിട്ടുള്ള ഗ്യാസ് ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ഏത് ഗ്യാസ് ആണ്? കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ: Which of the following diseases is spread by the drinking of contaminated or polluted water? അതായത് മലിനമായ ജലം കുടിക്കുന്നതിലൂടെ പകരുന്ന രോഗം ഏതാണ്? ഓക്കെ, ക്വസ്റ്റ്യൻ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മലിനമായ ജലം കുടിക്കുന്നതിലൂടെ സ്പ്രെഡ് ചെയ്യുന്ന ഡിസീസ് അല്ലെങ്കിൽ രോഗം ഏതാണ്? ഇതിൽ 4 ഓപ്ഷൻ ടീച്ചർ കൊടുത്തിട്ടുണ്ട്. ഓപ്ഷൻ എ മലേറിയ, ഓപ്ഷൻ ബി ട്യൂബർക്യുലോസിസ്, ഓപ്ഷൻ സി കോളറ, ഓപ്ഷൻ ഡി ഡെങ്കു. ഇതിൽ ഡെങ്കു എന്ന് പറയുന്നതും മലേറിയ എന്ന് പറയുന്നതും കൊതുക് പരത്തുന്ന രോഗമാണ്, അല്ലേ? മോസ്കിറ്റോസ് സ്പ്രെഡ് ചെയ്യുന്ന രോഗമാണ് ഡെങ്കു എന്ന് പറയുന്നതും മലേറിയയും. ഓക്കെ, ഇനി ട്യൂബർക്യുലോസിന്റെ ഫീച്ചർ എന്താണ്? പ്രത്യേകത എന്താണ്? ട്യൂബർക്യുലോസിസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ക്ഷയരോഗം എന്ന് മലയാളത്തിൽ പറയും, അല്ലേ? ക്ഷയരോഗം വായുവിലൂടെ പകരുന്ന ഒരു രോഗമാണ്. ഓക്കെ, വായുവിലൂടെ പകരുന്ന ഒരു രോഗമാണ്, ഒരു വൈറസ് രോഗമാണ് ക്ഷയരോഗം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഉത്തരം പിടികിട്ടി കാണും, അല്ലേ? മനസ്സിലായി കാണും, അല്ലേ? അപ്പോൾ നമ്മുടെ ഉത്തരം ഏതാണ്? കോളറയാണ്, അല്ലേ? ഓപ്ഷൻ സി കോളറ. ഇത് മലിനമായ ജലം കുടിക്കുന്നതിലൂടെ പകരുന്ന ഒരു രോഗമാണ് കോളറ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. മൂന്നാമത്തെ ക്വസ്റ്റ്യനും പൊല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടത് തന്നെയാണ്. Which chemical is most commonly added to water in municipal water treatment plants to kill harmful germs and bacteria? അതായത് വെള്ളത്തിലുള്ള അണുക്കളെ നശിപ്പിക്കുവാൻ വേണ്ടി, ബാക്ടീരിയയും അണുക്കളെ നശിപ്പിക്കുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന പദാർത്ഥം ഇതിൽ ഏതാണ്? അയഡിൻ ആണോ? ഓപ്ഷൻ എ അയഡിൻ, ഓപ്ഷൻ ബി ക്ലോറിൻ, ഓപ്ഷൻ സി ബേക്കിംഗ് സോഡ, ഓപ്ഷൻ ഡി സാൾട്ട്. ഇതിൽ ബേക്കിംഗ് സോഡ എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മൾ ഭക്ഷണ പദാർത്ഥങ്ങളിലൊക്കെ ചേർക്കുന്ന ഒരു വസ്തുവാണ് ബേക്കിംഗ് സോഡ എന്ന് പറയുന്നത്, അല്ലേ?
അതുപോലെ തന്നെ സാൾട്ടും നമ്മൾ ഭക്ഷണ പദാർത്ഥങ്ങളിലൊക്കെ ചേർക്കുന്ന ഒന്നാണ്. അയഡിൻ എന്ന് പറയുന്നത് മുറിവുകളൊക്കെ വൃത്തിയാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വസ്തുവാണ് അയഡിൻ എന്ന് പറയുന്നത്. അയഡിൻ അങ്ങനെ സാധാരണയായി ഉപയോഗിക്കാറില്ല. നമ്മുടെ ഉത്തരം എന്താണ്? ക്ലോറിൻ ആണ്. എന്താണ് ഉത്തരം? ക്ലോറിൻ. എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. നമ്മുടെ CC+ൽ നവോദയ എൻട്രൻസിൻ്റെ ഒരു ബാച്ച് ക്ലാസ് 120 ഡേയ്സിൻ്റെ ബാച്ച് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ആ ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോസ് ലഭിക്കുന്നതിനായി നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാവുന്നതാണ്. അപ്പോൾ കൂടുതൽ വീഡിയോസുമായി നമുക്കിനിയും കാണാം.